മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയാണ് കോടതി തള്ളിയത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ നിലപാട്. മുട്ടിലിൽ നിന്ന് വനംവകുപ്പിന്റെ പാസ് ഉണ്ടെന്നറിയിച്ച് അനധികൃതമായി മരമുറിച്ച അമ്പലമേട്ടിലെ ടിംബർ കമ്പനിക്ക് വിറ്റുവെന്നാണ് കേസ്. വിശ്വാസവഞ്ചന നടത്തി മരം വിറ്റുവെന്ന് ആരോപിച്ച് കമ്പനി ഉടമ നൽകിയ പരാതിയിലാണ് അമ്പലമേട് പോലീസ് കേസെടുത്തത്. വയനാട് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിലെ മുട്ടിൽ മേഖലയിൽ നിന്ന് നിയമവിരുദ്ധമായി മുറിച്ചു കടത്തിയ ഈട്ടിത്തടികൾക്ക് സാധുവായ രേഖകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. തടികൾ വിൽക്കാമെന്ന് വിശ്വസിപ്പിച്ച് 1.40 കോടി രൂപ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കരിമുകൾ മലബാർ ടിംബേഴ്സ് ഉടമ MM അലിയാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്പലമേട് പോലീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ വഞ്ചനാക്കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും പ്രതികൾക്കെതിരെ വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അതിനിടെ തങ്ങൾക്കെതിരെയുള്ള വഞ്ചനാ കേസ് നിലനിൽക്കില്ലെന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജോസുകുട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും സമർപ്പിച്ച വിടുതൽ ഹർജികൾ കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതി പൂർണ്ണമായും തള്ളിയിരുന്നു. വിചാരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. ഹൈക്കോടതി വിടുതൽ ഹർജി തള്ളിയതോടെയാണ് വിചാരണ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. എന്നാൽ ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ പ്രതികൾ ഹാജരാകാതിരുന്നത് വിചാരണ നടപടികളൊക്കെ തന്നെ വൈകാൻ കാരണമായി. അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരമുറിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും നിരവധി കേസുകൾ നിലവിലുണ്ട്. തോട്ടം ഭൂമിയിൽ നിന്നും ഈട്ടിമരങ്ങളടക്കം കോടികൾ വിലമതിക്കുന്ന വൻമരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയ സംഭവം വലിയ രാഷ്ട്രീയ ഭരണതല വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഹൈക്കോടതി അനുവദിച്ച സാവകാശം പൂർത്തിയാകുന്ന ഇന്ന് പ്രതികൾ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകണമായിരുന്നു. പക്ഷേ റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായത്. ആന്റോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും ഇന്ന് ഹാജരായില്ല. അതുകൊണ്ട് തന്നെ കോടതി രൂക്ഷമായ ഭാഷയിലും വിമർശിച്ചു. എന്തായാലും പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം ഇന്ന് ഔദ്യോഗികമായി കോടതി വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഹാജരാകാത്തതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് കോടതി ഉയർത്തിയത്. എന്തായാലും അവരുടെ ഹർജിയാണിപ്പോൾ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ റോജി അഗസ്റ്റിൻ ഹാജരായിരുന്നില്ല, മറ്റു രണ്ടുപേരും ഹാജരായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം മറ്റു രണ്ടുപേർ ഹാജരായില്ല, റോജി അഗസ്റ്റിൻ ഹാജരായി. അതുകൊണ്ട് തന്നെ കളിയാക്കുകയാണോ എന്നാണ് കോടതി ചോദിച്ചത്.